ജൂലൈ 4-ാം തീയതി എന്തോ വലുതായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലുമൊക്കെ വലുതായിട്ട് വരുമെന്ന്. പക്ഷെ അത്ര വലുതായോ എന്നതിലൊരു സംശയമുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ലാലേട്ടന്റെ ഫസ്റ്റ് പ്രൊമോ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. സീസൺ 7 ഒരു ഫുള്ള് ലാലേട്ടൻ ഓടിക്കുന്ന വണ്ടിയും ലാലേട്ടൻ ആ ഒരു പ്രൊമോയിലിട്ടിരിക്കുന്ന മാല എല്ലാം നല്ലൊരു സീസൺ 7 തീമിലാണ് വന്നിരിക്കുന്നത്. ഒരു ബുള്ളറ്റിൽ വന്നിട്ട് വാട എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ആ ഒരു പ്രൊമോയിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ബുള്ളറ്റ് ഓടിച്ചു വരുന്നു, ലാലേട്ടന്റെ സൈഡില് സ്റ്റൈലിൽ പറയുന്ന തോളൊക്കെ ചരിച്ചുകൊണ്ട് മുണ്ടൊക്കെ മടക്കി കുത്തി വന്നു വാട എന്ന് പറയുന്നിടത്ത് പ്രൊമോ നിൽക്കും, അത്രേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടി ഗുമ്മ് പ്രതീക്ഷിച്ചു. കാരണം ലാലേട്ടന് കുറച്ചുകൂടി ഹൈപ്പ് കൊടുക്കുന്ന ഒരു സീസണാണിത്. കാരണം ഈ ഒരു സീസൺ അനൗൺസ് ചെയ്ത ആദ്യ നാളുകൾ തൊട്ട് തന്നെ ലാലേട്ടൻ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, ലാലേട്ടന്റെ ഗെറ്റപ്പ് എങ്ങനെയായിരിക്കും, ലാലേട്ടൻ എങ്ങനെയാണ് ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിറ്റി പോസ്റ്റുകളും അത്തരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോ ബിഗ് ബോസിന്റെ ഒരു ഫസ്റ്റ് പ്രൊമോ, ലാലേട്ടന്റെ ഒരു പ്രൊമോ വരുമ്പോൾ കുറച്ചുകൂടി ഹൈപ്പ് നമ്മൾ അതിന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്ര സുഖകരമായിരുന്നില്ല. ജസ്റ്റ് ലാലേട്ടന്റെ ഒരു സംഭാഷണങ്ങളും ഒന്നുമില്ലാത്തൊരു പ്രൊമോ. ജസ്റ്റ് ഒരു ലാലേട്ടൻ ഒരു ബുള്ളറ്റ് ഓടിച്ചു വരുന്നു, തോള് ചരിക്കുന്നു, മുണ്ട് മടക്കി കുത്തുന്നു, വാട എന്ന് പറയുന്നു, ഇത്രയുള്ള ആ ഒരു പ്രൊമോയില്. പക്ഷെ ലാലേട്ടന്റെ ലുക്ക് നല്ല ഗംഭീരമായിട്ട് ലാലേട്ടനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലാലേട്ടൻ ഈ ഒരു ലുക്കിൽ ഒരു സിനിമയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അതിന്റെ അടിയിൽ അഭിപ്രായങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ഈ പറയുന്ന സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിഗ് ബോസിന്റെ ഫസ്റ്റ് ലുക്ക് പ്രൊമോയുടെ താഴെ അഭിപ്രായങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ലുക്ക് നല്ല ഗംഭീര ലുക്കായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ ഈ ഒരു ലുക്കിൽ ഒരു സിനിമയൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തൊക്കെയാണെങ്കിലും സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടന്റെ ഫസ്റ്റ് ലുക്ക് പ്രൊമോ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയും പ്രൊമോസ് കുറെ വരാനുണ്ട്. ഇതിപ്പോ ഫസ്റ്റ് പ്രൊമോ ഇങ്ങനെ പോയി, അതങ്ങ് പോട്ടെ. പക്ഷെ ലാലേട്ടന്റെ നല്ല കിടിലൻ സംഭാഷണങ്ങളൊക്കെ ആയിട്ടുള്ള പ്രൊമോസും കാര്യങ്ങളൊക്കെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാലേട്ടന് ഹൈപ്പ് കൊടുക്കുന്ന ഒരു സീസൺ ആണ്, അതുള്ളത് തന്നെയാണ് ലാലേട്ടൻ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അവസാനമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും സീസൺ 7. കാരണം സീസൺ 7ലേക്ക് മറ്റൊരു ഹോസ്റ്റിനെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ വീണ്ടും ഈ പറയുന്ന എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു സീസണിലും ലാലേട്ടനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടന് കുറച്ചുകൂടി ഹൈപ്പ് കൂടുതൽ കൊടുത്താലും നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പ്രൊമോ വന്നിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന രീതിയിൽ അപാര ലുക്കിൽ, അല്ലെങ്കിൽ ഒരു ഗംഭീര ലുക്കിൽ ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊമോക്കായിട്ട് കാത്തിരിക്കാം. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പല പ്രൊമോകളും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോകുന്ന കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. ഇതിന് ഒരു മാസം ഒരു മാസം നമുക്ക് ഫുൾ ആയിട്ടില്ല ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.